ശ്രീ സജി നന്ദ്യാട്ട്, താങ്കൾ തുടർച്ചയായി അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ സംഘടനയും തുടർച്ചയായി ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ അതിനോടൊരു പ്രതിലോമകരമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വ്യാജ ആരോപണങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സംഘടനാ തലത്തിൽ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില പ്രതികരണങ്ങൾ ഇന്നും കാണുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ കോടതി നടത്തുന്ന ഇടപെടൽ ഇപ്പോൾ സർക്കാർ ആ നിലയിൽ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ രണ്ടഭിപ്രായമുണ്ട്. കോടതി കാണിക്കുന്ന ഈ ജാഗ്രത ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരു ശരിയായ ദിശയിലാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നതെല്ലാം വ്യക്തിപരമാണ്. പിന്നെ വളരെ 4 പേരാണ്, 4 പുലികളാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നമ്മളെ വേണുവിനെ പോലെ പരിചയപ്പെടുത്തുന്ന ആൾക്കാരും ആഷ്മിയൊക്കെ ഉണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് ഞാനൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ഹാലിളകി ഞാൻ എന്തോ മോശപ്പെട്ട കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിന്റെ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് നിവിൻ പോളിയുടെ കേസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊളിഞ്ഞടുങ്ങി. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ പ്രസ്താവന വന്നപ്പോൾ പൊളിഞ്ഞടുങ്ങി. ഇപ്പൊ രാജു പിതാര് പറഞ്ഞ സ്ത്രീകൾക്ക് പരിരക്ഷ വേണം. ആ പരിരക്ഷ മറ്റുള്ളവരെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അല്ല, നമ്മൾ സ്ത്രീവിരുദ്ധരൊന്നുമല്ല. ഇപ്പൊ എന്നോട് പറഞ്ഞത് നമ്മളെല്ലാം പ്രതിരോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ത് പ്രതിരോധിക്കുന്നു? സ്ത്രീകളെ ആരെങ്കിലും മോശമായി സെക്സ്വൽ ഹറാസ്മെന്റ് നടത്തിയാൽ അവനെ തല്ലിക്കൊല്ലണം, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷെ സ്ത്രീകൾ പലരും ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ നിങ്ങൾ കഴിഞ്ഞ ദിവസം മുഴുവൻ നമ്മുടെ ഈ കഥയെല്ലാം പറഞ്ഞ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി ഏകദേശം അതിന് തീരുമാനമായി. ഇതിനെ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹം തന്നെയാണ് അത്. ഈ ബഹുജനം പലവിധം എന്ന് പറയും മട്ടിൽ ഈ പറയുന്ന പരാതികളുടെ കുത്തൊഴുക്കിൽ വ്യാജ പരാതി ഉണ്ടാകുന്നേ. ഇപ്പോഴും ഈ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയത് പൂർണ്ണമായി കെട്ടിച്ചമച്ച പരാതിയാണെന്നോ, വ്യാജ പരാതി അതിൽ കേസന്വേഷണം നടക്കുകയാണ്, അത് തെളിയട്ടെ എന്ന് കരുതി ഈ പറയുന്ന സകല പരാതിക്കാരെയും അങ്ങനെ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കവറായി ഉപയോഗിക്കാവോ ഈ ഒരൊറ്റ സംഭവം? അതൊരു ഉപകരണമാക്കി അങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതുന്നത് ശരിയാണോ ശ്രീ സജി നന്ദ്യാട്ട്? അല്ല, അത് ശരിയാണ്. കാരണം ഒരിക്കലും ഇതിന്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ കടലക്കായി ആട്ടുംകാട്ടോട് ഒരുമിച്ച് വിറ്റഴിക്കരുത്. കടലയാണെന്ന് പറഞ്ഞ് വിറ്റഴിക്കണം. ആട്ടുംകാട്ടവും കടലക്കായും ഒരുമിച്ച് വിറ്റഴിച്ചാൽ അത് ശരിയാവത്തില്ല. കാരണം ഇതിൽ ശരിയായ പീഡനം ചിലപ്പോൾ നടന്നു കാണും. ശരിയായ പീഡനം പോലും ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ വരുന്നതോടി അതും ആ കിണത്തിൽ പെടില്ലേ? ശരിയായ പീഡനം ഉറപ്പായിട്ടും ബാക്കിയുള്ള കടല ആട്ടിൻകാട്ടാവില്ലല്ലോ സാർ. അതിലൊരു ആട്ടിൻകാട്ടം ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക, ബാക്കി കടലടക്കുക, മൊത്തം കടലയത്. നിങ്ങൾ പക്ഷേ ഒരാൾ ഒരാൾക്കെതിരെ ഒരു പരാതി ഒരു സ്ത്രീ ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ ഈ ആളെ മോശക്കാരായി നിങ്ങൾ ചിത്രീകരിച്ചു. നിങ്ങൾ ഭയങ്കര ഹെഡ്ലൈൻ തൂക്കി, നിങ്ങൾ കൗണ്ടർ പോയിന്റ് പോലെ ഇട്ടു, നിങ്ങൾ പ്രൈം ടൈം ഇടുന്നു, എൻകൗണ്ടർ പ്രൈം ഇടുന്നു, എല്ലാം ഇട്ട് അവൻ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കഴിയുമ്പോൾ അവൻ പ്രായമായി കഴിയുമ്പോൾ പറയും ഇവൻ നിരപരാധിയാണെന്ന്. അവന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ചിലപ്പോ പോലീസ് എഫ്ഐആർ ഇട്ട കേസല്ലേ ശ്രീ സജി നന്ദ്യാട്ട് താങ്കൾ പറയുന്നത്? പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ഒരു എഫ്ഐആർ ഇട്ടു. ആ എഫ്ഐആർ വന്നപ്പോഴല്ലേ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്? നിവിൻ പോളിയുടെ കാര്യത്തിലാണെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങള് കാളെ പറ്റെന്ന് കയറെടുക്കുന്നു. അവിടെ എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെയാണ് എപ്പോഴും. സജി നന്ദ്യാട്ട് ഒറ്റ കാര്യം, അതായത് താങ്കൾ പറഞ്ഞത് ഈ 2 അതായത് വ്യാജ പരാതികളുണ്ട്, ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യരുതെന്നാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വിടണം എന്നൊരാവശ്യം താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അല്ല, ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. താങ്കൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ? അല്ല, ആ ചോദ്യത്തിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹേമ കമ്മിറ്റി ഡേറ്റ കളക്ട് ചെയ്ത് ആരോപണ വിധേയരായ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തോന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അതല്ലെങ്കിൽ മലയാള സിനിമയുടെ പരിച്ഛേദം ഹേമ കമ്മിറ്റി മുമ്പിൽ ഹാജരായോ? പറയൂ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ ഹേമ കമ്മിറ്റി പറയുന്നു, ജസ്റ്റിസ് ഹേമ പറയുന്നു, ഞങ്ങൾക്ക് മുൻപിൽ കിട്ടിയിട്ടുള്ള തെളിവുകളും സാക്ഷിമൊഴികളും അതിനോട് ചേർന്ന് നിൽക്കുന്ന രേഖകളും പരിശോധിച്ചാൽ ഈ ഉന്നയിക്കപ്പെട്ട, അതായത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ പോലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുമോ ആരോപണ വിധേയരായവരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ എന്ന് താങ്കൾ ഒരു ആവശ്യം പറയുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ അതാണല്ലോ നിലപാട്. അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ ശ്രീ സജി നന്ദ്യാട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹേമ കമ്മിറ്റി പൂർണ്ണമാണ്. ഹേമ കമ്മിറ്റിയിൽ ചില കാര്യങ്ങൾ സത്യമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല.
പക്ഷേ മലയാള സിനിമയിലെ പരിച്ഛേദമാണ് ഈ റിപ്പോർട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണമുണ്ട്. 64 52 പേരെ വിളിച്ചാൽ മലയാള സിനിമയുടെ ഒരു അറ്റം പോലും ആവില്ല. യഥാർത്ഥത്തിൽ എല്ലാവരെയും വിളിക്കണം, സംഘടനകളെ വിളിക്കണം, വ്യക്തികളെ വിളിച്ച് പ്രശ്നങ്ങളുണ്ടോ എല്ലാ പത്രപരസ്യം നൽകിയിട്ട് പോയിരുന്നില്ലല്ലോ അത് സജി അറിയാത്ത കാര്യമല്ലല്ലോ. തെളിവെടുക്കുന്നുണ്ടെന്നും ആർക്കും അറിയാതിരുന്നു അത് പോയില്ലല്ലോ. ഇത്രയധികം ആളുകളുള്ള മലയാള സിനിമയിൽ ആകെ 62 അല്ല സജി നന്ദിയാട്ടെ, ഇത്ര അധികം ആളുകളുള്ള മലയാള സിനിമയിൽ ആകെ 62 പേര് പോയപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാ. അപ്പൊ എല്ലാവരും പോയി എന്താകുമായിരുന്നു അവസ്ഥ? ആകെ 62 പോയപ്പോ പേര് പോയപ്പോ തന്നെ അതിഭീകരമാ. കേരളം താങ്ങില്ലായിരുന്നു. അതെ, നിങ്ങള് പട്ടി ആടാക്കുന്ന പാർട്ടികൾ അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി മുമ്പിൽ പോയ പലരെയും വിളിച്ചിട്ടാണല്ലോ പോയത്. പത്രപരസ്യം കണ്ടിട്ടാണോ പോയത്? പത്രപരസ്യം കണ്ട് പോയതല്ല, മിക്ക ആൾക്കാരെ നേരിട്ട് ഹേമ കമ്മിറ്റി വിളിച്ചതാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റി തരാം. സംഘടനകളെ വിളിച്ചോ? കാരണം റിപ്പോർട്ടിലുണ്ട്. ശ്രീ സജി നന്ദിയാട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമാണ് റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ. സിനിമാ മേഖല മൊത്തം ചാവറ അച്ഛന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ് സാർ? ശരി, ഹേമ വിളിച്ചു, അതുകൊണ്ട് ചർച്ച ചെയ്യുമ്പോ അതൊരു പരിപൂർണ റിപ്പോർട്ടായി മാറണമെങ്കിൽ ഹേമ വിളിച്ചു, അതുകൊണ്ട് എന്താണ്? അല്ല ബാക്കിയുള്ളവരെന്താ വിളിക്കാഞ്ഞേ? ഹേമ വിളിച്ചു, പത്രപരസ്യം ഉണ്ടായിരുന്നു. അല്ല താങ്കൾ ഹേമാക്കം ഇപ്പോ ഭാഗ്യലക്ഷ്മി ഇന്നലെ പറയുന്ന കേട്ടി ഈ സെയിം ഡയലോഗ്. സജി നന്ദിയാട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പറയുകയാണ് കുറച്ച് ആളുകൾ മാത്രമേ പോയുള്ളൂ, അത് ഹേമ കമ്മിറ്റി ആളുകൾ വിളിച്ച ആളുകൾ മാത്രമാണ് പോയത്. ശരി, ഹേമ കമ്മിറ്റി പറയുന്നു സജി നന്ദിയാട്ടെ ഹേമ കമ്മിറ്റി പറയുന്നു ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന മൊഴികൾ ഹിയർസേ മൊഴികളല്ല, എനിക്ക് ബോധ്യപ്പെട്ട തെളിവടക്കമുള്ള മൊഴികൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഹേമ. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഹേമ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ല, അത് പൂർണ്ണമായി ഞാൻ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞാൻ ആഷ്മി ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ICC ഉണ്ടല്ലോ. എല്ലാ 3 വർഷമായി എല്ലാ സിനിമാ മേഖലകളിലും ഓരോ സിനിമയെ ഓരോ യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഓരോ വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ICC രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ഈ ICC പ്രവർത്തിക്കുന്നില്ല. ICC കടലാസ് സംഘടനയാണെന്ന് എങ്ങനെ പറഞ്ഞു ഹേമ കമ്മിറ്റി? ഞങ്ങളെ വിളിച്ചു. ഹേമ പറയുന്നതല്ല. ഈ പരാതിക്കാർ പറയുന്നു, പറയട്ടെ കേൾക്ക്, ഈ പരാതിക്കാർ മൊഴി നൽകിയവർ പറയുന്നു ഞങ്ങൾ ഈ ICCക്ക് മുന്നിൽ വിശ്വസിച്ച് മൊഴി കൊടുത്താൽ ആരാണോ വേട്ടക്കാർ അവരുടെ ചെവിയിലേക്ക് എത്തുന്ന തരത്തിൽ അവരുടെ അടിമക്കണ്ണുകളാണ് ഈ ICC എന്ന അർത്ഥത്തിൽ, എന്ന പരോക്ഷമായ അർത്ഥത്തിൽ പറയുകയാണ്. നിങ്ങൾ പറയുമോ? ശരി, നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? അല്ല സജി നന്ദിയാട്ടെ അല്ല നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ? ശരി, ഒരു പെൺകുട്ടി വന്ന് ICCയിൽ പരാതി പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ സിനിമകളും ഓരോ സിനിമാ ലൊക്കേഷനും ഓരോ യൂണിറ്റായി കണക്കിലെടുത്ത് അവിടെയൊക്കെ കാര്യക്ഷമമായ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഈ പരാതി പരിഹാര സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ ശ്രീ സജി നന്ദിയാട്ട്? താങ്കൾ അതാണ് ഞാൻ പറയുന്നത്. കാര്യക്ഷമമായി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഉള്ള കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ ഹേമയാ, ഞാനല്ല, ഹേമ പറയുകയാണ്. ജസ്റ്റിസ് ഹേമ പറഞ്ഞ കാര്യം പറഞ്ഞോളൂ. സജി നന്ദിയാട്ടെ ഇപ്പൊ നിങ്ങളോട് ഇല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളോട് ചോദിക്കുകയാണ്. ആരോപണം വന്നാൽ ആഷ്മിയെ വിളിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇത്ര തെറ്റുകളുണ്ട്, തിരുത്തണമെന്ന് പറയുന്നതല്ലേ മര്യാദ? അതല്ല മര്യാദ. അല്ല സജി നന്ദിയാട്ടെ ഇപ്പൊ നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്. ശ്രീ സജി നന്ദിയാട്ടെ, നിങ്ങളുടെ യൂണിറ്റിൽ ICCയിൽ ഒരു പരാതിക്കാരി മൊഴി പറഞ്ഞാൽ ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത് അവരുടെ ചെവിയിലേക്ക് നിങ്ങൾ ഈ വിവരങ്ങൾ എത്തിക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾ പറയോ ശരി ഞങ്ങൾ എത്തിക്കാറുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കോ? ആരെ പറ്റിക്കലാണ് സജി നന്ദിയാട്ടെ? ആഷ്മി കുറച്ചുകൂടെ പഠിച്ചിട്ട് പറയൂ. ഒരു സിനിമയിൽ ICC രൂപീകരിച്ച ലിസ്റ്റ് എവിടെയുണ്ട്? മിനിറ്റ്സ് ഉണ്ട്. ഇതിന് രേഖയുള്ളതാണ് ആഷ്മി, ഇത് കടലാസ് അല്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ മുമ്പിൽ പരാതി എന്താ വരാഞ്ഞത്? 3 വർഷമായിട്ട് പരാതി വരാതെ ഞങ്ങളുടെ കുഴപ്പമാണോ? സജി നന്ദിയാട്ടെ അതാണ് എന്ന് പറഞ്ഞാൽ ICCയിൽ വരുന്ന പോലും പറ്റാത്ത പവർ ഗ്രൂപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ICCയിൽ പറയുന്ന പരാതി അല്ല സജി നന്ദിയാട്ടെ ഇതെല്ലാം മിനിറ്റ്സിലുള്ള കാര്യമാണെങ്കിൽ മിനിറ്റ്സിലുള്ള കാര്യമാണെങ്കിൽ ഒരു പരാതി നൽകുന്ന ഒരു പരാതിക്കാരി പരാതിയുമായി എത്തിയാൽ നിങ്ങൾ രേഖാമൂലം അയാളോട് പറയുകയാണോ ചെയ്യുക? അല്ലല്ലോ, ഇതിനൊക്കെ മറ്റു വഴികളില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടില്ലേ ഒരു ഗൗരവമുള്ള പരാതി ഉയർന്നു വന്ന സമയത്ത് ആ ആരോപണ വിധേയനായ അസോസിയേറ്റ് ഡയറക്ടറെ പുറത്താക്കിയത്. അപ്പൊ ആ അസോസിയേറ്റ് ഡയറക്ടർക്കെതിരായ പരാതി എന്താണെന്ന് നമ്മൾ കേട്ടതാണല്ലോ അല്ലെ?
ഗുരുതരമായ റേപ്പ് ആയിരുന്നു നടന്നതെന്ന് അതിജീവിത പറഞ്ഞതാണ്. അതെ. അപ്പോൾ ആ കേസ് റെഫർ ചെയ്തോ? അത് റെഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്ത് ചെയ്തു? ആരോപണ വിധേയനെ പുറത്താക്കി. അതോടെ കഴിഞ്ഞോ? ഇതാണ് ഈ സെറ്റിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ആണോ നല്ലേ? ആ സെറ്റിൽമെന്റ് ആണോ? അയാളെ പുറത്താക്കിക്കൊണ്ട് തീർന്നോ? സംസാരിക്കുന്നു, മറുപടി പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. കാരണം അല്ല സാർ, അതാണ് ചോദിച്ചത്. അതാണ് ഇപ്പൊ സെറ്റിൽ ഒരു പരാതി. അല്ല, കേൾക്കൂ ദയവായി കേൾക്കൂ. ഉത്തരം പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നുണ്ടോ? അല്ല, ദയവായി കേൾക്കൂ. ഒരു സെറ്റിൽ ഒരു ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്ന് പരാതി ലഭിച്ചപ്പോൾ ആരോപണ വിധേയനെ സെറ്റിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിജീവിത പരാതിക്കാരി പറഞ്ഞത്. അങ്ങനെ ആയിരുന്നോ വേണ്ടത്? അത് സിനിമ ഏതാണെന്നും പരാതി ഏതാണെന്നും കേസ് എടുത്തിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജുഡീഷ്യൽ പവറോട് ഞങ്ങൾക്ക് തരാൻ പറയൂ. അല്ല, ജുഡീഷ്യൽ പവറില്ല. നിങ്ങൾക്ക് പോലീസ് റെഫർ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് പോലീസിൽ റെഫർ ചെയ്യാമല്ലോ. അതിന് ICCക്ക് അധികാരമുണ്ടല്ലോ. എത്ര കേസ് പോലീസിൽ റെഫർ ചെയ്തിട്ടുണ്ട്? പോലീസിൽ റെഫർ ചെയ്ത് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ലല്ലോ. അല്ല, കിട്ടിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സജി നന്ദിയായിട്ട് കിട്ടിയതിന്റെ കേസ് പുറത്തു വന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുറത്തു വന്ന ഒരു പരാതിയിൽ വളരെ ഗുരുതരമായ ആരോപണം നേരിട്ട കേസാണ് ഞാൻ പറഞ്ഞത്. ആ പരാതിക്ക് ആരോപണ വിധേയനെ പുറത്താക്കി സെറ്റിൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പരാതിയെ പറ്റി ഇപ്പൊ പറയുന്നുണ്ടല്ലോ. സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് പരാതി അന്ന് പരിഗണിക്കാത്തത് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. വേണു പോലും മിണ്ടാതിരിക്കുക. കാരണം വേണു പോലും നിങ്ങളുടെ ഇടയിൽ വളരെ മൗനയായി പോയി. കാരണം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ കയ്യിൽ ഒരു പരാതി തരുന്നു. സപ്പോസ് ആ പരാതിക്ക് ഞങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞങ്ങളിൽ പരാതി ഇല്ലാതെ ജനിക്കാൻ പോകുന്ന കൊച്ചിന് ജാതകം എഴുതണം. ഞങ്ങൾ അറിയാതെ അഭിപ്രായം പറയുന്നത് സാർ എങ്ങനെ പരാതി തരുന്നു? നിങ്ങൾക്ക് പരാതി തന്നാൽ ആരാണോ ഉപദ്രവിച്ച് അവരുടെ ചെവിയിലേക്ക് ഇത് എത്തുകയാണ്. പിന്നെ എങ്ങനെ പരാതി തരും നിങ്ങൾക്ക്? ഹേമ പറഞ്ഞാ ഒന്നും എന്റെ പറയല്ല. ശരി, നമുക്ക് ഇടവേളയ്ക്ക് പോകണം. നിങ്ങൾ പരാതി നൽകിയാൽ ഞങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നു കണ്ടിട്ട് വേണം സംസാരിക്കാൻ. എന്തുകൊണ്ട് ഇത് പുറത്തു പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പുറത്ത് സജീവ അങ്ങ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് വായിക്കണം. അതിൽ പറയുന്നു ഇത് പോലീസിന് മുന്നിൽ പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ടം എന്നെ കൊന്നുകളയും, എന്റെ കുടുംബത്തെ കൊന്നുകളയും എന്ന് പേടിക്കുന്നവരാ, എന്ന് പേടിക്കുന്ന പാവ മനുഷ്യരാ. അവരാണോ അവിടെ പരാതി കൊടുത്താൽ ഈ പറഞ്ഞ വേട്ടക്കാരുടെ ജീവിതത്തിലേക്ക് എത്തും എന്ന് അറിഞ്ഞുകൊണ്ട് പറയേണ്ടത്? പോലീസ് സ്റ്റേഷൻ പൊറോട്ട ഇറച്ചി വിൽക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണോ? കേരളത്തിലെ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും പൂജ പെട്ടി കളിക്കുകയാണോ? ഇവിടെ ചോദ്യം അത് വേറെ ചോദ്യം. അല്ല അത് വേറെ ചോദ്യം. പോലീസിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്.